ചെങ്കടലിലൂടെ ഇസ്രയേലിലേക്കും തിരിച്ചും ചരക്ക് കടത്തുന്ന കപ്പലുകൾ ആക്രമിക്കുന്ന യമന്റെ ഭൂരിഭാഗവും കൈയടക്കി വാഴുന്ന ഹൂതികൾക്കെതിരെ യുഎസും ബ്രിട്ടനും തുടങ്ങിയ പോരാട്ടം യൂറോപ്പിലെയും അറബ് ലോകത്തെയും അവരുടെ സുഹൃത്തുക്കളെ വിഷമിപ്പിച്ചിരിക്കുന്നു. ചെങ്കടൽ സുരക്ഷിതമാക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനുമായി ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ പൂർണ്ണമായി നിസ്സഹകരിക്കുന്നു. നെതർലൻഡ്സ് പോരാട്ട സാമഗ്രികൾ നൽകുന്നുമുണ്ട്. ജർമ്മനിയും ഡെൻമാർക്കും നീക്കത്തെ ന്യായീകരിച്ചിട്ടുമുണ്ട്. അറബ് ലോകത്ത് നിന്ന് സഹകരിക്കുന്നത് ബഹ്റിൻ മാത്രമാണ്. ഓസ്ട്രേലിയയും കാനഡയും ന്യൂസിലൻഡുമാണ് പിന്തുണയ്ക്കുന്ന പ്രധാന രാജ്യങ്ങൾ. പോരാടുന്ന രാജ്യങ്ങളും പോരാട്ടത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന പ്രധാനികളും ഇംഗ്ലീഷ് ഭാഷാ രാജ്യങ്ങളാണെന്നതും ശ്രദ്ധേയം. അടുത്ത കാലത്തായി ആഗോള രാഷ്ട്രീയത്തിൽ ഈ 5 രാജ്യങ്ങളുടെ അനൌദ്യോഗിക കൂട്ടായ്മയെ ലോകം ശ്രദ്ധിച്ചു വരികയാണ്. കാനഡയിലെ ഖലിസ്ഥാൻ പ്രവർത്തകരുടെ മരണത്തിന് പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ടെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണമുയർത്തിയപ്പോഴും ഈ കൂട്ടായ്മ ലോകശ്രദ്ധയിലെത്തി. ഫൈവ് ഐസ് എന്നറിയപ്പെടുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് സഹകരണത്തിലൂടെയാണ് ഇന്ത്യയുടെ കൈകൾ കണ്ടുപിടിക്കപ്പെട്ടത് എന്നാണ് അന്ന് വെളിപ്പെട്ടത്. ഇന്ത്യ ആരോപണം നിഷേധിച്ചു. 2021 തുടക്കമിട്ട ഔക്കസ് എന്ന ശാക്തിക സഖ്യമാണ് മറ്റൊന്ന്. ഓസ്ട്രേലിയ, UK, US എന്നിവയുടെ ആദ്യാക്ഷരങ്ങൾ കൊണ്ട് പേരിട്ട ഈ സഖ്യം ആണവ സാങ്കേതിക വിദ്യ വരെ പരസ്പരം കൈമാറുന്ന അനൌദ്യോഗിക സഖ്യമായി മാറി. 2 വർഷം മുമ്പ് ഔക്കസിന്റെ അഭിമുഖത്തിലുള്ള ആണവ മുങ്ങിക്കപ്പൽ പദ്ധതിയിൽ സഹകരണം ലഭിക്കുമെന്നായപ്പോൾ നേരത്തെ ഫ്രാൻസിന് നൽകിയിരുന്ന കരാർ ഓസ്ട്രേലിയ റദ്ദാക്കിയത് പാശ്ചാത്യ ശാക്തിക സഖ്യത്തിന്റെ കെട്ടുറുപ്പിന് വെല്ലുവിളിയായിരുന്നു. അടുത്ത കാലത്തായി ആഗോള രാഷ്ട്രീയത്തിൽ ഈ 5 രാജ്യങ്ങളുടെ അനൌദ്യോഗിക കൂട്ടായ്മയെ ലോകം ശ്രദ്ധിച്ചു വരികയാണ്. US നേതൃത്വം ഒരേ ഭാഷാ സാംസ്കാരിക പൈതൃകമുള്ള രാജ്യങ്ങളാണ് 5. പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാക്കി പത്രങ്ങൾ. പഴയ പ്രതാപം നശിച്ചെങ്കിലും ഇന്നും ആണവായുധങ്ങളുടെ പ്രൗഢി കാട്ടി UN രക്ഷാസമിതിയിൽ സ്ഥിര അംഗമായും ലോക രാഷ്ട്രീയ ശാക്തിക രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന കളിക്കാരായും ബ്രിട്ടൻ തുടരുന്നു. അതിനിടെ ലെബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 4 ഭീകരരെ കൊലപ്പെടുത്തിയതായി IDF യൂണിറ്റ്. പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സൈനികർ 4 ഭീകരരെ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ വെടിവെപ്പിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. സംഭവ സമയത്ത് IDF ലെബനിലേക്ക് പീരങ്കികളും മോട്ടോർ ഷെല്ലുകളും ഉതിർത്തു. ഷെബ ഫാംസ് പ്രദേശത്ത് 60-ലധികം പ്രൊജക്ടിലുകൾ ഉപയോഗിച്ചതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച ലെബനീസ് ഇസ്രയേൽ അതിർത്തിയിൽ നടന്ന 8 വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹിസ്ബുള്ളയും ഏറ്റെടുത്തിരുന്നു. അതേസമയം യമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്താക്രമണം രൂക്ഷമാകുന്നു. യമൻ തലസ്ഥാനമായ സനായിലും തീരനഗരമായ ഹുദൈദയിലുമാണ് ആക്രമണം രൂക്ഷമായത്. ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ US പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടു. എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മരിച്ചതായോ വ്യക്തമല്ല. US-ന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും US, UK വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണം നടത്തിയെന്നും 30ഓളം ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും പെന്റഗൺ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,000 കടന്നിട്ടും യുദ്ധം നിർത്തില്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ രംഗത്ത്. അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലക്ഷ്യം നേടും വരെ ഗാസ യുദ്ധം തുടരുമെന്നും അന്താരാഷ്ട്ര എതിർപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലും തീ പടർത്താനാണ് ഹമാസ് നീക്കമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഗാസ യുദ്ധത്തിന്റെ 100ാം ദിവസമായ ഇന്നലെയും 125 പേരാണ് മരണപ്പെട്ടത്. ഗാസയിൽ തകർക്കപ്പെട്ട വീടുകളുടെ മാത്രം എണ്ണം 3 ലക്ഷം കവിഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.